എല്ലാ സ്കൂളുകളും തിങ്കളാഴ്ച തുറക്കും. എന്നാൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മിഥുന്റെ ക്ലാസ് മുറി ഈ അധ്യയന വർഷവും അടഞ്ഞുകിടക്കും. സ്കൂൾ വളപ്പിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ ക്ലാസ്സായ 8B ആണ് ഈ വർഷവും അടഞ്ഞുകിടക്കുക. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിലേക്ക് കഴിഞ്ഞ വർഷം പുതുതായാണ് മിഥുൻ എത്തിയത്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവൻ നേടിയത് ഒരുപാട് കൂട്ടുകാരെയായിരുന്നു. അവരുടെ മനസ്സുകളിൽ മിഥുന്റെ ഓർമ്മകൾ സങ്കടമാകാതിരിക്കാൻ വേണ്ടിയാണ് ആ ക്ലാസ് മുറി തുറക്കാത്തത്. സ്കൂളിലെ ഏറ്റവും പഴക്കമുള്ള ഓടുമേഞ്ഞ കെട്ടിടത്തിലാണ് 8B. കഴിഞ്ഞ വർഷം ജൂലൈ 15-ന് ക്ലാസ് മുറിയിൽ കളിക്കവേ സഹപാഠിയുടെ ചെരുപ്പ് സൈക്കിൾ ഷെഡിന്റെ തകരഷീറ്റ് പാകിയ മേൽക്കൂരയ്ക്ക് മുകളിൽ വീണു. ചെരുപ്പെടുക്കാൻ ക്ലാസിന്റെ അരഭിത്തിക്ക് മുകളിലുള്ള തടിപ്പാടുകൾക്കിടയിലൂടെ ഷെഡിന് മുകളിൽ ഇറങ്ങിയ മിഥുൻ കാൽവഴുതി 3 ഫേസ് ലൈനിലേക്ക് വീഴുകയായിരുന്നു. മിഥുന്റെ ദാരുണാന്ത്യത്തിന് പിന്നാലെയാണ് 8B ഡിവിഷൻ മറ്റൊരു ക്ലാസ് മുറിയിലേക്ക് മാറ്റിയത്. ക്ലാസ് മുറിയോട് ചേർന്ന് കടന്നുപോയിരുന്ന 3 ഫേസ് ലൈൻ അടുത്ത ദിവസം തന്നെ അഴിച്ചുമാറ്റി. അരഭിത്തിക്കുള്ളിലെ പലകകൾക്ക് പകരം ഇരുമ്പ് നെറ്റടിച്ചും കഴുക്കോലുകൾ മാറ്റിയും 8B ക്ലാസ് മുറിയുള്ള കെട്ടിടം നവീകരിച്ചിരുന്നു. ദാരുണമായ സംഭവത്തിന് പിന്നാലെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകി. മിഥുൻ പഠിച്ചിരുന്ന 8B ക്ലാസ് മുറി മിഥുന്റെ ഓർമ്മകൾ കൂട്ടുകാരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വിദഗ്ധർ സ്കൂൾ അധികൃതർക്ക് ഉപദേശം നൽകിയിരുന്നു. 8 അടി അകലത്തിൽ 3 ഫേസ് ലൈൻ ഉണ്ടായിട്ടും കെട്ടിടത്തിന് മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. കഴിഞ്ഞ തവണ അനാസ്ഥ കാട്ടിയ സർക്കാർ വകുപ്പുകളെല്ലാം തേവലക്കര സ്കൂളിൽ ഇത്തവണ പരിശോധന നടത്തി. മൈനാഗപ്പള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഏപ്രിലിൽ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ നിർദ്ദേശിച്ചു. DDEയും DEOയും പലതവണ എത്തി. KSEB ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. 28 ലക്ഷത്തോളം രൂപയുടെ അറ്റകുറ്റപ്പണി മാനേജ്മെന്റ് നടത്തി. സസ്പെൻഷനിലായിരുന്ന പ്രഥമാധ്യാപിക മാർച്ച് 31-ന് വിരമിച്ചു. അപകടത്തിന് പിന്നാലെ സ്കൂൾ ഭരണം സർക്കാർ ഏറ്റെടുത്തിരുന്നു. വിളന്തറ മനു ഭവനിൽ മനു സുജ ദമ്പതികളുടെ മൂത്ത മകനാണ് മിഥുൻ. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന കമ്മിറ്റി മിഥുന്റെ കുടുംബത്തിന് വീടും നിർമ്മിച്ചു നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.